ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ LP UP എക്സാമിന് വേണ്ടിയിട്ടുള്ള മലയാളം ബോധനശാസ്ത്രവുമായി ബന്ധപ്പെട്ട കുറച്ച് മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളുമാണ് നോക്കാൻ പോകുന്നത്. നിങ്ങൾക്ക് ഈ ക്ലാസ്സുകൾ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ആദ്യത്തെ ചോദ്യം, ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണുള്ളത്. രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്ത വഴികളിലൂടെയും സ്വതന്ത്രവുമായാണ്. ഭാഷാ വികാസത്തെക്കുറിച്ചുള്ള ഈ കണ്ടെത്തൽ ആരുടേതാണ്? ഇത് UPSC 2016 ചോദിച്ച ഒരു ചോദ്യമാണ്. ഭാഷയ്ക്കും ചിന്തയ്ക്കും വ്യത്യസ്തമായ ജനിതക വേരുകളാണുള്ളത്. രണ്ടും വികാസം പ്രാപിക്കുന്നത് വ്യത്യസ്തമായ വഴികളിലൂടെയും സ്വതന്ത്രവുമായാണ്. അപ്പോൾ ഇത് ഭാഷാ വികാസത്തെക്കുറിച്ചുള്ള ഒരു കണ്ടെത്തലാണ്. ഇതിൻ്റെ ആൻസർ വൈഗോട്സ്കിയാണ്. അപ്പോൾ വൈഗോട്സ്കിയെക്കുറിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരു സോവിയറ്റ് സൈക്കോളജിസ്റ്റാണ്. അപ്പോൾ സമൂഹത്തിൻ്റെ സംസ്കാരവും സംസ്കാരത്തിൻ്റെ സ്പഷ്ടമായ തെളിവും അതിൻ്റെ വളർച്ചയും ഏറ്റവും ശക്തമായ ഉപകരണമാണ് ഭാഷ എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയാണ് വൈഗോട്സ്കി. അപ്പോൾ സമൂഹത്തിൻ്റെ സംസ്കാരവും സംസ്കാരത്തിൻ്റെ സ്പഷ്ടമായ തെളിവും അതിൻ്റെ വളർച്ചയിലെ ഏറ്റവും ശക്തവുമായ ഉപകരണവുമാണ് ഭാഷ എന്ന് അഭിപ്രായപ്പെട്ടതാണ് വൈഗോട്സ്കി. ഇപ്പം നോം ചോംസ്കിയെ പോലെ തന്നെ ഭാഷാ പഠനവുമായിട്ട് ബന്ധപ്പെട്ട് പ്രധാനപ്പെട്ട കണ്ടുപിടുത്തങ്ങളൊക്കെ നടത്തിയിട്ടുള്ള വ്യക്തിയാണ് വൈഗോട്സ്കി. അഹംകേന്ദ്രിത ഭാഷണം വെറും അർത്ഥശൂന്യമായ ഒരു വ്യവഹാരമല്ല എന്ന് അഭിപ്രായപ്പെട്ടതും നമ്മുടെ വൈഗോട്സ്കിയാണ്. അഹംകേന്ദ്രീകൃത ഭാഷണം എന്ന് പറയുന്നത് വെറുതെ അർത്ഥശൂന്യമായ ഒരു വ്യവഹാരമല്ല എന്ന് വൈഗോട്സ്കി അഭിപ്രായപ്പെട്ടിട്ടുണ്ട്. ബാഹ്യവും സമൂഹവൽകൃതവുമായ വാചിക ഭാഷയിൽ നിന്ന് അന്തസംഭാഷണത്തിലേക്കുള്ള സംക്രമണത്തെ ചൂണ്ടിക്കാണിച്ചതും വൈഗോട്സ്കിയാണ്. അതായത് ആന്തരീകരണം നമ്മുടെ ചിന്തയെ സഹായിക്കുന്നു, വ്യവഹാരത്തെയും യുക്തിചിന്തനത്തെയും ക്രമീകരിക്കുകയും ചെയ്യുന്നു. ഇനി അടുത്ത ഒരു ചോദ്യത്തിലേക്ക് നമ്മൾ പോവാണ്. വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികാസത്തിന് അടിസ്ഥാനം എന്ന കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ച മനഃശാസ്ത്രജ്ഞനാണ് BF സ്കിന്നർ. വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികസനത്തിന് അടിസ്ഥാനം. ഇത് ഏത് മനഃശാസ്ത്രജ്ഞനാണ് ഈ കാഴ്ചപ്പാട് മുന്നോട്ട് വെച്ചത്? ഇത് LPSC 2023 ചോദിച്ച ഒരു ചോദ്യമാണ്. ഇതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് BF സ്കിന്നറാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാടാണ് വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികസനത്തിന് അടിസ്ഥാനം. നമ്മുടെ വാചികമായ ചേഷ്ടകൾ ഒന്ന് പ്രബലനം ചെയ്യുന്നതാണ്, അതിലൂടെയാണ് ഭാഷ വികസിക്കുന്നത് എന്ന് പറഞ്ഞ മനഃശാസ്ത്രജ്ഞനാണ് BF സ്കിന്നർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുള്ളത് പ്രവർത്തനാനുബന്ധനം, അതായത് ഒപ്പറൻ്റ് കണ്ടീഷനിങ് എന്ന് പറഞ്ഞ കൺസെപ്റ്റ് കൊണ്ടുവന്നത് ആരാണ്? BF സ്കിന്നറാണ്. പ്രവർത്തനാനുബന്ധനം അല്ലെങ്കിൽ ഒപ്പറൻ്റ് കണ്ടീഷനിങ് കൊണ്ടുവന്നത് ആരാണ്? നമ്മുടെ BF സ്കിന്നറാണ്. അപ്പോൾ നമ്മൾ കുട്ടികളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ അവർ ഭാഷ പഠിക്കുന്നത് എങ്ങനെയാണ്? ചെറിയ ശബ്ദങ്ങൾ, പദങ്ങൾ, വാക്യങ്ങൾ എന്നിവയെ അവർ പ്രബലനം ചെയ്യുക വഴിയാണ് അംഗീകൃതമായ ഉയർന്ന തലത്തിലേക്ക് അവരുടെ ഭാഷ എത്തുന്നത്. അപ്പോൾ ആദ്യം അവർ പഠിക്കുന്നത് എന്താണ്? ശബ്ദങ്ങളും ചെറിയ പദങ്ങളും പിന്നീട് വാക്യങ്ങളും ഒക്കെയാണ്. അത് കൂടുതൽ പ്രബലനം ചെയ്താണ് നമ്മൾ സാധാരണ സംസാരിക്കുന്ന ഒരു നിലവാരത്തിലേക്ക് കുട്ടിയുടെ ഭാഷ ഉയർന്നു വരുന്നതെന്ന് പറഞ്ഞത് നമ്മുടെ സ്കിന്നറാണ്. അതുപോലെ ഈ ഭാഷാ പഠനത്തിൽ സമ്മാനം, ശിക്ഷ തുടങ്ങിയ പ്രബലനങ്ങൾ കുട്ടിയുടെ ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതും BF സ്കിന്നറാണ്. അപ്പോൾ കുട്ടികൾ ഭാഷ പഠിക്കുന്ന സമയത്ത് സമ്മാനം, ശിക്ഷ തുടങ്ങിയ പ്രബലനങ്ങൾ കുട്ടിയുടെ ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് പറഞ്ഞതും BF സ്കിന്നറാണ്. അപ്പോൾ സ്കിന്നറിൻ്റെ മനഃശാസ്ത്ര ചിന്ത എന്ന് പറയുന്നത് ഏതാണ്? വ്യവഹാരവാദമാണ് അല്ലേ? വ്യവഹാരവാദവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് BF സ്കിന്നർ. അപ്പോൾ ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം തുടങ്ങിയ പ്രക്രിയകളിലൂടെയാണ് കുഞ്ഞുങ്ങൾ ഭാഷ പഠിച്ചെടുക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി സ്കിന്നറാണ്. അപ്പോൾ ആ ഒരു സ്റ്റെപ്സ് ഒന്ന് ഓർത്തിരിക്കേണ്ടതാണ്. ചോദനം, അതിന് റിസൾട്ടായിട്ട് വരുന്ന പ്രതികരണം, പിന്നെ അത് പ്രബലനം ചെയ്യുന്നു, അത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നു, പിന്നെ അനുകരണം നടത്തുന്നു. ഇതൊക്കെയാണ് കുട്ടികൾ ഭാഷ പഠിക്കുന്ന വിവിധങ്ങളായിട്ടുള്ള സ്റ്റേജുകൾ. ആദ്യം എന്താണ്? അവർക്കൊരു ചോദനം, ഒരു സ്റ്റിമുലസ് ഉണ്ടാകുന്നു. ആ സ്റ്റിമുലസിന് റിസൾട്ടായിട്ട് ഒരു പ്രതികരണം ഉണ്ടാകുന്നു. അത് വീണ്ടും വീണ്ടും ചെയ്ത് പ്രബലനം ഉണ്ടാവുകയും അതിൻ്റെ പ്രബലനം കൊടുക്കുകയും വീണ്ടും വീണ്ടും ചെയ്തൊരു ആവർത്തനം നടക്കുകയും പിന്നെ അനുകരണം എന്ന് പറയുന്ന ഒരു പ്രോസസ്സൊക്കെ നടക്കുന്നതിലൂടെയാണ് കുട്ടികൾ ഭാഷ പഠിച്ചെടുക്കുന്നത്. അപ്പോൾ ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം. അപ്പോൾ ഈ ഒരു 5 സ്റ്റെപ്സ് നിങ്ങളൊന്ന് ഓർത്തിരിക്കേണ്ടതാണ്. കുട്ടികൾ ഭാഷ പഠിക്കുന്ന സ്റ്റെപ്സാണ് പറഞ്ഞത്. ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം.
ഇനി മുതിർന്നവരുടെ ഭാഷാ പ്രയോഗത്തെ അനുകരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ടതും സ്കിന്നറാണ്. നമ്മളിപ്പോൾ സ്റ്റേജസ് പറഞ്ഞല്ലോ, ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അവസാനം പറഞ്ഞ അനുകരണം. അപ്പോൾ ഈ അനുകരണം എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ മുതിർന്നവർ, നമ്മുടെ കുട്ടികൾ ഭാഷ പഠിക്കുന്നത് എങ്ങനെയാണ്, നമ്മൾ ഭാഷ പഠിച്ചത് എങ്ങനെയാണ്, നമ്മുടെ മാതാപിതാക്കൾ നമുക്ക് ചുറ്റുമുള്ള ആൾക്കാർ സംസാരിക്കുന്നത് കേട്ട് അതിങ്ങനെ കേട്ട് പഠിക്കുകയും അതിനുശേഷം അതിങ്ങനെ ആവർത്തിച്ചാണ് കുട്ടികൾ നമ്മളൊക്കെ ഭാഷ പഠിച്ചത് അല്ലേ. അപ്പം മുതിർന്നവരുടെ ഭാഷാ പ്രയോഗത്തെ അനുകരിച്ചാണ് കുട്ടി ഭാഷ പഠിക്കുന്നതെന്ന് അഭിപ്രായപ്പെട്ട വ്യക്തി സ്കിന്നറാണ്. അപ്പോൾ സ്കിന്നറിനെ കുറിച്ച് ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്, നമ്മൾ ഭാഷാ പഠനവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറഞ്ഞത്. പ്രവർത്തനാനുബന്ധനം, ഒപ്പറൻ്റ് കണ്ടീഷനിങ് ആരുടെ കൺസെപ്റ്റാണ്? അത് നമ്മുടെ സ്കിന്നറിൻ്റെ കൺസെപ്റ്റാണ്. അപ്പോൾ അദ്ദേഹവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത് വ്യവഹാരവാദമാണെന്ന് പറഞ്ഞു. കുട്ടികൾ ഭാഷ പഠിക്കുന്ന വിവിധ സ്റ്റേജസ് നമ്മൾ പറഞ്ഞു: ചോദനം, പ്രതികരണം, പ്രബലനം, ആവർത്തനം, അനുകരണം. അതുപോലെ വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികസനത്തിൻ്റെ അടിസ്ഥാനം എന്ന് അഭിപ്രായപ്പെട്ടത് നമ്മുടെ സ്കിന്നർ തന്നെയാണ്. അപ്പോൾ വാചിക ചേഷ്ടകളുടെ പ്രബലനമാണ് ഭാഷാ വികസനത്തിൻ്റെ അടിസ്ഥാനം എന്ന് അഭിപ്രായപ്പെട്ട വ്യക്തിയും നമ്മുടെ PF സ്കിന്നറാണ്. ഇനി നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ഇത് ഭാഷാ പഠനത്തിൽ അനുവർത്തിക്കേണ്ട മുൻഗണനാ ക്രമം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭാഷാ പഠനത്തിൽ അനുവർത്തിക്കേണ്ട മുൻഗണനാ ക്രമം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത് UPSC 2005 ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. അപ്പം നമ്മൾ ഇംഗ്ലീഷ് പെഡഗോഗിയുടെ ക്ലാസ്സിനകത്ത് നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ LSRWൻ്റെ കാര്യം നമ്മൾ പറഞ്ഞു. ഒന്നാമത്തെ ഓപ്ഷനായിട്ട് ഇവിടെ തന്നിരിക്കുന്നത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. B ഓപ്ഷൻ ലിസണിങ്, റീഡിംഗ്, സ്പീക്കിംഗ് ആൻഡ് റൈറ്റിംഗ്. C ഓപ്ഷനായിട്ട് തന്നിരിക്കുന്നത് ലിസണിങ്, റൈറ്റിംഗ്, റീഡിംഗ് ആൻഡ് സ്പീക്കിംഗ്. ഇതിൽ ആൻസർ ആയിട്ട് വരുന്നത് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. അപ്പോൾ LSRW നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ ഭാഷാ പഠനത്തിൽ അനുവർത്തിക്കേണ്ടുന്ന ഒരു മുൻഗണനാ ക്രമമുണ്ട്: ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ്, റൈറ്റിംഗ്. അതായത് ശ്രവണം, ഭാഷണം, വായന, ലേഖനം. ഭാഷാബോധനത്തിൻ്റെ മുൻഗണനാ ക്രമം, ആ ഓർഡർ നമ്മൾ പഠിച്ചിരിക്കേണ്ടതാണ്. ആദ്യം നമ്മൾ കേൾക്കുക, ശ്രവണം ചെയ്യുക, പിന്നെ നമ്മൾ സംസാരിക്കുക. നമ്മൾ അങ്ങനെയാണല്ലോ ഭാഷ പഠിച്ചത്. പിന്നെ നമ്മൾ സംസാരിക്കും, പിന്നെ നമ്മൾ വായിക്കും. അതിൻ്റെ ഏറ്റവും ഉയർന്ന തലമാണ് നമ്മൾ എഴുതുക, ലേഖനം ചെയ്യുക എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം എന്താണ്, കുട്ടികൾ ഭാഷ പഠിക്കുമ്പോൾ എങ്ങനെയാണ്, ആദ്യം അവർ കേട്ടാണ് പഠിക്കുന്നത്. പിന്നെ എന്ത് ചെയ്യും, അവർ പതുക്കെ സംസാരിച്ച് തുടങ്ങും. പിന്നെ എന്ത് ചെയ്യും, അവർ എഴുതി തുടങ്ങും. പിന്നെ കേട്ട് തുടങ്ങും, അതിനുശേഷം അവർ എഴുതി തുടങ്ങും. അപ്പോൾ ലിസണിങ്, സ്പീക്കിങ്, റീഡിങ്, റൈറ്റിങ്. അപ്പോൾ അതാണ് ആ ഒരു ഓർഡർ എന്ന് പറയുന്നത്. ഭാഷാബോധനത്തിൻ്റെ മുൻഗണനാക്രമം: ശ്രവണം, ഭാഷണം, വായന, ലേഖനം. അപ്പോൾ നമ്മൾ ഈ ഭാഷാപരമായിട്ടുള്ള കഴിവുകളെക്കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓർത്തിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പോൾ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രായവും അവർ ഓരോ ഭാഷയുടെ ഓരോ എബിലിറ്റീസൊക്കെ നേടിയെടുക്കുന്ന കുറേ സ്റ്റേജസ് നമ്മൾ പഠിക്കുന്നുണ്ട്. അപ്പോൾ ജനനം മുതൽ 18 ആഴ്ച വരെ അവ്യക്തമായ ശബ്ദങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. നമുക്കറിയാം, വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ശ്രദ്ധിക്കണം. അപ്പം ശബ്ദം കേട്ട ഭാഗത്തേക്ക് കുട്ടി തലതിരിക്കുന്നു. അപ്പോൾ ജനിച്ച് ആ ഒരു സമയം മുതൽ 18ാമത്തെ ആഴ്ച വരെ എന്താണ്, അവ്യക്തമായിട്ടുള്ള സൗണ്ടാണ്. അത് നമുക്കൊരു വ്യക്തമാകാൻ പറ്റത്തില്ല, എന്തൊക്കെയോ ഒരു ചെറിയ ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. അപ്പം നമ്മളൊരു ശബ്ദം പുറപ്പെടുവിക്കുകയാണെങ്കിൽ കുട്ടി ആ ഭാഗത്തേക്ക് ഇങ്ങനെ തലതിരിച്ചൊക്കെ നോക്കും. അപ്പോൾ അതാണ് ജനനം മുതൽ 18 ആഴ്ച വരെ നടക്കുന്ന ഒരു ഭാഷാപരമായിട്ടുള്ളൊരു പ്രോസസ്സ്. ഇനി 20ാമത്തെ ആഴ്ച വരെ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വര ശബ്ദങ്ങളും ഏതാനും വ്യഞ്ജന ശബ്ദങ്ങളും പുറപ്പെടുവിക്കുന്നു. അപ്പോൾ 20 ആഴ്ച, 18 ആഴ്ച ടു 20 ആഴ്ച വരെയാണ് സ്വര ശബ്ദങ്ങളും ഏതാനും വ്യഞ്ജന ശബ്ദങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്, വാക്കുകളൊന്നും ആയിട്ടില്ല. ഇനി 6 മാസം വരെയുള്ള ആ ഒരു കാലയളവിൽ ബാബ്ലിംഗ് ആണ് എപ്പോഴും കുട്ടി ചെയ്യുക. ഭാഷയിലെ അടിസ്ഥാനപരമായ എല്ലാ ശബ്ദങ്ങളും പുറപ്പെടുവിക്കുന്നുണ്ട്. അപ്പോൾ 6 മാസത്തിൽ കുട്ടികൾ കാണിക്കുന്നത് ബാബ്ലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ്സാണ് ചെയ്യുന്നത്. ഭാഷയിലെ അടിസ്ഥാനപരമായ എല്ലാ ശബ്ദങ്ങളും പുറപ്പെടുവിക്കുന്നു. ഇനി ഒരു 8 മാസം ആകുമ്പോഴത്തേക്കിനോ ചില പ്രത്യേക ശബ്ദങ്ങൾ, ഇപ്പം അമ്മ, മാ, അച്ഛ, അങ്ങനെയൊക്കെ സൗണ്ടൊക്കെ പുറപ്പെടുവിക്കുമല്ലോ. അപ്പോൾ അത് 8 മാസത്തിൽ ചില പ്രത്യേക ശബ്ദങ്ങൾ പുറപ്പെടുവിക്കും. ഇനി 12 മാസം ആകുമ്പോഴത്തേക്കിനും വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുകയും ഏതാനും വാക്കുകൾ ഉച്ചരിക്കാൻ തുടങ്ങുകയും ചെയ്യുന്നു. അപ്പോൾ 12 മാസം ആകുമ്പോഴത്തേക്കും കുട്ടികൾ എന്ത് ചെയ്യും, വാക്കുകൾ, നമ്മൾ ഈ കുട്ടികൾ പറയുന്ന വാക്കുകളുടെ അർത്ഥം അവർ മനസ്സിലാക്കുകയും ചില വാക്കുകൾ അവർ പറയാൻ ശ്രമിക്കുകയും ചെയ്യും. ഇനി ഒരു 18 മാസം ആകുമ്പോഴത്തേക്കിനും ഏകദേശം 50ഓളം പദങ്ങൾ അവർ പഠിച്ചിരിക്കും. 18 മാസം ആകുമ്പോഴത്തേക്കിനും ഏകദേശം 50ഓളം പദങ്ങൾ അവർക്ക് സ്വന്തമായിട്ടുണ്ടായിരിക്കും. ഇനി 24 മാസം ആകുമ്പോഴത്തേക്കിനും ഇരട്ട പദങ്ങൾ അടങ്ങിയ വാക്യങ്ങൾ പറയുന്നു, ഫ്രേസസുകൾ അടങ്ങിയ വാക്യങ്ങൾ അവർ പറയുന്നു. 24 മാസം ആകുമ്പോഴത്തേക്കിനും ഇരട്ട പദങ്ങൾ അടങ്ങിയ വാക്യങ്ങൾ പറയുന്നു. ഇനി 30 മാസം ആകുമ്പോഴത്തേക്കിനും 3 മുതൽ 5 വരെ പദങ്ങൾ അടങ്ങിയ വാക്യങ്ങളാണ് അവർ ഉണ്ടാക്കുന്നത്. അപ്പോൾ 30 മാസം ആകുമ്പോഴത്തേക്കിനും 3 മുതൽ 5 വരെ പദങ്ങൾ അടങ്ങിയ വാക്യങ്ങൾ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ 100 കണക്കിന് വാക്കുകൾ അവർക്ക് സ്വന്തമാകുന്നു.
ഇനി 36 മാസമാകുമ്പോഴത്തേക്കിനും അവർ 1000-ഓളം പദങ്ങൾ അർത്ഥപൂർണ്ണമായിട്ട് പഠിക്കുന്നു. അപ്പോൾ 36 മാസമാകുമ്പോഴത്തേക്കിനും 1000-ഓളം പദങ്ങളിലേക്ക് വൊക്കാബുലറി എത്തുന്നു. പിന്നെ കേട്ട് കൂടുതൽ അവർ മനസ്സിലാക്കും. ഇനി 48 മാസമാകുമ്പോഴത്തേക്കിനും ഭാഷയുടെ അടിസ്ഥാനപരമായ സവിശേഷതകളൊക്കെ ബുദ്ധിമണ്ഡലത്തിൽ പ്രതിഷ്ഠിക്കപ്പെടും. അതായത് മുന്നോട്ടുള്ള ജീവിതത്തിൽ നമുക്ക് യൂസ് ചെയ്യേണ്ടുന്ന ഭാഷ, ആ ഒരു രീതിയും കാര്യങ്ങളും എല്ലാം അപ്പം നമ്മുടെ ബുദ്ധിയിൽ രജിസ്റ്റർ ആയിരിക്കും. അപ്പം നമ്മൾ ജനനം മുതൽ 18 ആഴ്ച വരെ അവ്യക്ത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുന്നു. 20 ആഴ്ച വരെ സ്വരശബ്ദങ്ങളും വ്യഞ്ജന ശബ്ദങ്ങളും പുറപ്പെടുവിക്കുന്നു. 6 മാസത്തിന് വരുന്നത് ബാബ്ലിംഗ് ആണ്. ബാബ്ലിംഗ് 8 മാസം വരെ എന്ന് പറയുന്നത് ചില പ്രത്യേക ശബ്ദങ്ങളാണ് പുറപ്പെടുവിക്കുന്നത്. 12 മാസം ആകുമ്പോഴത്തേക്കിനും വാക്കുകളുടെ അർത്ഥം മനസ്സിലാക്കുകയും ചില വാക്കുകൾ ഉച്ചരിക്കുകയും ചെയ്യുന്നു. 18 മാസമാണെങ്കിൽ ആകുമ്പോഴാണ് 50ഓളം പദങ്ങൾ സ്വന്തമാക്കുന്നത്. 18 വയസ്സിൽ 50, 18-ൽ 50. ഇനി 24 മാസം ആകുമ്പോഴത്തേക്കിനും ഇരട്ടപ്പദം, 24 ഇരട്ട പദങ്ങൾ അടങ്ങിയ വാക്യങ്ങൾ സ്വന്തമാക്കുന്നു. ഇനി 30 ആകുമ്പോഴത്തേക്കിനും 3 മുതൽ 5 വരെ പദങ്ങൾ അടങ്ങിയ വാക്യങ്ങൾ ഉണ്ടാകുന്നു. 30 മാസമാകുമ്പോൾ 100 കണക്കിന് പദങ്ങൾ അവർക്ക് സ്വന്തമാകുന്നു. 36 മാസമാകുമ്പോഴത്തേക്കിനും 1000-ഓളം പദങ്ങൾ സ്വന്തമാകുന്നു. 48 മാസം ആകുമ്പോഴത്തേക്കിനും ആ ഭാഷാ പഠനത്തിന് പൂർണ്ണമായിട്ടുള്ള കാര്യങ്ങളും ബുദ്ധിയിൽ രജിസ്റ്റർ ആകുന്നു. ഓക്കെ, അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെടുത്തി നമുക്ക് പറയാനായിട്ടുള്ളത്. അപ്പോൾ ഭാഷാ പഠനത്തിൽ അനുവർത്തിക്കേണ്ട മുൻഗണനാ ക്രമമാണ് ലിസണിങ്, സ്പീക്കിംഗ്, റീഡിംഗ് ആൻഡ് റൈറ്റിംഗ്. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഇത് UPSC 2022 ചോദിച്ചൊരു ഫ്രഷ് ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഭാഷാപരമായ ബുദ്ധിയുടെ വളർച്ചയ്ക്ക് ആവശ്യമില്ലാത്തത് താഴെ പറയുന്നതിൽ ഏതാണ്? ഓപ്ഷൻ എ പ്രഭാഷണങ്ങൾ, ബി സെമിനാറുകൾ, സി അഭിമുഖം, ഡി ഗ്രാഫുകൾ. ഇതിൽ പറഞ്ഞിരിക്കുന്ന പ്രഭാഷണം, സെമിനാർ, അഭിമുഖം ഇതിനൊക്കെ നമുക്ക് ഭാഷ ആവശ്യമാണ്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. എന്നാൽ ഗ്രാഫ് എന്ന് പറയുന്നത് നമ്മൾ വരയ്ക്കുകയില്ല, അവിടെ നമുക്ക് ഒന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല, അതിനകത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഉണ്ട്. അടുത്തത്, പാട്ടുകളുടെ അവതരണത്തിന് അവസരം നൽകുമ്പോൾ കുട്ടികളുടെ കഴിവുകൾ വിലയിരുത്താൻ അധ്യാപിക പരിഗണിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാം? ഇത് പ്രീ പ്രൈമറി ടീച്ചർ 2022 ചോദിച്ച ഒരു ചോദ്യമാണ്. പാട്ടുകളുടെ അവതരണത്തിന് അവസരം നൽകുമ്പോൾ കുട്ടികളുടെ കഴിവുകൾ വിലയിരുത്താൻ അധ്യാപിക പരിഗണിക്കേണ്ടുന്ന കാര്യങ്ങൾ എന്തെല്ലാമാണ്? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്, ഒന്ന് പദങ്ങളുടെ ഉച്ചാരണം ശ്രദ്ധിക്കണം, കുട്ടികൾ പ്രൊണൗൺസ് ചെയ്യുന്നത് ശ്രദ്ധിക്കണം, അതിൽ സ്ഫുടതയുണ്ടോ വ്യക്തതയുണ്ടോ. അപ്പോൾ പദങ്ങളുടെ ഉച്ചാരണം, സ്ഫുടത, വ്യക്തത ഇതൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്നത്. അപ്പോൾ ഒരു ഭാഷാ പഠനത്തിൽ ശ്രവണം, ഭാഷണം, വായന, ലേഖനം തുടങ്ങിയ ഭാഷാശേഷികളിൽ പ്രകടമാകുന്ന ബുദ്ധിയാണ് ഭാഷാപരമായിട്ടുള്ള ബുദ്ധി. അപ്പോൾ ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ്? ശ്രവണം ചെയ്യുക, കേൾക്കുക, നമ്മൾ സംസാരിക്കുക, ഭാഷണം ചെയ്യുക, വായിക്കുക, എഴുതുക, ഇതൊക്കെ ഭാഷാപരമായിട്ടുള്ള ബുദ്ധിയുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ മനുഷ്യനെ മറ്റ് ജീവികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത് എന്താണ്? നമുക്ക് ഈ ഭാഷ കൈകാര്യം ചെയ്യാൻ കഴിയുന്നു എന്നുള്ളതാണ്. ഇനി ഈ ഭാഷാ വികസനം കൃത്യമായ ആശയഗ്രഹണത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്തെങ്കിലും പറയണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാകണം, എന്നാലല്ലേ നമുക്ക് പറയാൻ സാധിക്കുകയുള്ളൂ. ഈ ഭാഷാ വികസനത്തിന് ഒരാളുടെ അനുഭവങ്ങൾ ചിന്തയായിട്ട് മാറുന്ന വ്യത്യസ്ത തലങ്ങളുണ്ട്. അപ്പോൾ നമ്മുടെ അനുഭവങ്ങളാണ് നമ്മുടെ ചിന്തയായിട്ട് മാറുന്നത്, അത് ഭാഷാ വികസനത്തെ സ്വാധീനിക്കുന്നുണ്ട്. അപ്പോൾ അതിന് കുറച്ച് സ്റ്റെപ്സ് ഉണ്ട്. ഒന്നാമത്തേതെന്ന് പറയുന്നത് ഇന്ദ്രിയാനുഭവം, സെൻസേഷനാണ്. അതായത് നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിൽ കൂടെ നമുക്ക് ചുറ്റും നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ ആദ്യം മനസ്സിലാക്കണം. അപ്പോൾ ഇന്ദ്രിയാനുഭവമാണ് ഭാഷാ പഠനത്തിൻ്റെ, ഭാഷാ വികസനത്തിൻ്റെ ആദ്യത്തെ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത്, വികസന തലത്തിൻ്റെ ഒരു സ്റ്റേജ്. ഇനി രണ്ടാമത്തേത് പ്രഥമ ധാരണ, പെർസെപ്ഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജാണ്. അതായത് ഇന്ദ്രിയങ്ങളിലൂടെ നമുക്ക് കിട്ടിയ അറിവുകൾ അതിനെക്കുറിച്ച് നമ്മളൊരു ജനറൽ ഐഡിയ നമ്മൾ ഉണ്ടാക്കുക, നമ്മൾ എന്താണ് കേട്ടത്, എന്തിനെക്കുറിച്ചാണ് കേട്ടത് എന്നൊക്കെ ഉള്ളത്. ഇനി മൂന്നാമത്തേതെന്ന് പറയുന്നത് ഓർമ്മയാണ്, മെമ്മറി. ഈ കേട്ട് അനലൈസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ ഓർമ്മയിൽ വെക്കണമല്ലോ, അപ്പോൾ ഓർമ്മയാണ് മൂന്നാമത്തെ ഘടകം. ഇനി നാലാമത്തേതായിട്ട് വരുന്നത് സങ്കല്പനമാണ്, ഇമാജിനേഷൻ. ആ കിട്ടിയ ആ ഒരു ഓർത്ത് വെച്ചിരിക്കുന്ന കാര്യത്തെ ഒന്ന് പ്രോസസ്സ് ചെയ്ത് അതിനെക്കുറിച്ചൊരു ഇമാജിനേഷൻ നടത്തുന്നു. പിന്നീട് നടക്കുന്നത് താരതമ്യമാണ്, കമ്പാരിസൺ എന്ന് പറയുന്ന ഒരു സംഗതിയാണ് പിന്നീട് നടക്കുന്നത്. ഇപ്പോൾ കിട്ടിയ ഡേറ്റാസിനൊക്കെ ഒന്ന് താരതമ്യം ചെയ്യുന്നു. ഇനി അടുത്തത് സംപ്രത്യയമാണ്, കൺസെപ്റ്റ് ഫോം ചെയ്യുകയാണ്, സംപ്രത്യയം. അതുപോലെ തന്നെ അവസാനമായിട്ട് വരുന്നത് യുക്തീകരണമാണ്, റീസണിങ്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്റ്റേജുകളിൽ കൂടെയാണ് നമ്മുടെ ഒരാളുടെ അനുഭവങ്ങൾ ചിന്തയായിട്ട് മാറുകയും ഭാഷ വികസിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഇന്ദ്രിയാനുഭവം, പ്രഥമ ധാരണ, ഓർമ്മ, സങ്കല്പനം, താരതമ്യം, സംപ്രത്യയം, യുക്തീകരണം. ഈ ഒരു സ്റ്റേജസ് ഇത്രയും ഒന്ന് ഓർത്തിരിക്കുക. ആദ്യം ഇന്ദ്രിയാനുഭവം, ദെൻ പ്രഥമ ധാരണ, പിന്നീട് ഓർത്ത് വയ്ക്കുക, ദെൻ സങ്കല്പനം, പിന്നെ താരതമ്യം, സംപ്രത്യയം, യുക്തീകരണം.
അപ്പോൾ ഇത്രയുമാണ് ആ ഒരു സ്റ്റേജസ് എന്ന് പറയുന്നത്. ഇനി ഇതിൻ്റെ അഡീഷണലായിട്ട് നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഭാഷാ വൈകല്യങ്ങളെക്കുറിച്ചും കൂടെ നമ്മൾ പറയണം. സാധാരണ കുട്ടികളിൽ കാണപ്പെടുന്ന ഭാഷാ വൈകല്യങ്ങളിൽ ഒന്നാണ് കൊഞ്ഞ എന്ന് പറയുന്നത്, ലെസ്പിംഗ് എന്ന് പറയും. അതുപോലെ അസ്പഷ്ടത, സ്ലറിങ്, ദെൻ വിക്ക്, സ്റ്റട്ടറിങ് ആൻഡ് സ്റ്റാമറിങ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നോർമൽ കുട്ടികളിൽ സാധാരണഗതിയിൽ കാണാറുള്ള ചില ഭാഷാ വൈകല്യങ്ങൾ. അപ്പോൾ അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും ഉച്ചാരണത്തിൽ വരുന്ന മാറ്റം, ശൈശവകാലത്തെ ഭാഷണ രീതി മാറ്റമില്ലാതെ തുടരുന്നതാണ് ഭാഷാ വൈകല്യമാണ് കൊഞ്ഞ അല്ലെങ്കിൽ ലിസ്പിംഗ് എന്ന് പറയുന്നത്. അതായത് കുട്ടികൾ ചെറുതായിരിക്കുന്ന സമയത്ത് അവർ പറയുന്ന വാക്കുകൾക്കൊന്നും ഒരു തെളിച്ചം കാണത്തില്ല, ഒരു ക്ലാരിറ്റി ഉണ്ടാവത്തില്ല, ഒരു കൊഞ്ച് പറയുന്ന പോലെ ആയിരിക്കും. പക്ഷേ നമ്മൾ ഗ്രാജുവലി നമുക്ക് കുറച്ച് പ്രായം കൂടുന്നതിനനുസരിച്ച് അത് നമ്മളൊന്ന് ക്ലിയർ ആക്കി വരും. അങ്ങനെയാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കേണ്ടത്. പക്ഷേ ചില കുട്ടികളിൽ ആ ചെറിയ പ്രായത്തിൽ വ്യക്തതയില്ലാതെ പറയുന്ന അതേ രീതി തന്നെയായിരിക്കും അവർ വലുതായി വരുന്ന സമയത്തും, എത്ര പ്രായമായാലും അവരത് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ അതൊരു തരത്തിലുള്ള ഭാഷാ വൈകല്യമാണ്. അപ്പോൾ അക്ഷരങ്ങളുടെയും പദങ്ങളുടെയും ഉച്ചാരണത്തിൽ വരുന്ന മാറ്റം ശൈശവകാലത്തെ രീതി തന്നെ വലുതാകുമ്പോഴും പിന്തുടരുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ തന്നെ അത് ക്ലിയർ ചെയ്യാൻ അവർക്ക് സാധിക്കുന്നില്ലെങ്കിൽ അത് കൊഞ്ഞ എന്ന് പറയുന്ന ഒരു ഭാഷാ വൈകല്യമാണ്. ഇനി അടുത്തത് അസ്പഷ്ടത എന്ന് പറയുന്ന ഒരു ഭാഷാ വൈകല്യമാണ്. അതെന്താണെന്ന് നോക്കാം. ഒന്നിലധികം പദങ്ങൾ അസാധാരണമായി ഒട്ടിച്ചേരുന്നത് മൂലമുണ്ടാകുന്ന ഭാഷണ വൈകല്യമാണ് അസ്പഷ്ടത. അപ്പോൾ ചില വാക്കുകൾ ഇങ്ങനെ ഒട്ടിച്ചേർന്ന് വരും, അതായത് സ്പ്ലിറ്റ് ചെയ്ത് പറയേണ്ടുന്ന ചില വാക്കുകൾ ഒട്ടിച്ചേർത്ത് പറയേണ്ടുന്ന ഒരു ഇത് വരും. അത് കുട്ടികളുടെ ഒരു ഭാഷാ വൈകല്യമാണ്, അവർ മനഃപൂർവ്വം ചെയ്യുന്നതല്ല. ഒന്നിലധികം പദങ്ങൾ അസാധാരണമായി ഒട്ടിച്ചേരുന്നത് മൂലമുണ്ടാകുന്ന ഭാഷണ വൈകല്യമാണ് അസ്പഷ്ടത എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ഭാഷാ വൈകല്യമാണ് പദം ഉച്ചരിക്കുന്നതിന് മുമ്പ് കുട്ടി ചില അക്ഷരങ്ങൾ ആവർത്തിക്കുന്നത്, വിക്ക് എന്ന് പറയും. സ്റ്റട്ടറിംഗ് എന്ന് പറയുന്ന ഒരു സംഗതി കോമൺ ആയിട്ട് നമ്മൾ കാണുന്നതാണ് വിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു പദം ഉച്ചരിക്കുന്നതിന് മുമ്പ് അത് രണ്ട് തവണ അല്ലെങ്കിൽ ആ ഒരു വേർഡ് തന്നെ ആവർത്തിച്ച് വരും. അപ്പോൾ നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ളതാണ്. സുധി വാൽമീകി എന്ന് പറയുന്ന ജയസൂര്യയുടെ സിനിമയിൽ നമ്മൾ കണ്ടിട്ടുള്ളതാണ് വിക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒരു വാക്ക് തന്നെ ഇങ്ങനെ ആവർത്തിക്കുന്നത് അത് തന്നെയാണ്. അപ്പോൾ കുട്ടികളിൽ അങ്ങനെ ഒരു ഭാഷാ വൈകല്യം ഉണ്ടാകുന്നുണ്ട്. ഒരു പദം ഉച്ചരിക്കുന്നതിന് മുമ്പ് കുട്ടി ചില അക്ഷരങ്ങൾ ആവർത്തിക്കുന്നതാണ് വിക്ക്. ഇനി സ്റ്റാമറിംഗ് എന്താണെന്ന് നോക്കാം. ചില ശബ്ദങ്ങൾ യഥാസമയം ഉച്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ അസ്വാഭാവികമായ മുഖചേഷ്ടകൾ വന്നു പോകുന്നതാണ് സ്റ്റാമറിംഗ് എന്ന് പറയുന്നത്. ചില ശബ്ദങ്ങൾ യഥാസമയത്ത് ഉച്ചരിക്കാൻ കഴിയാതെ വരുമ്പോൾ അസ്വാഭാവികമായ മുഖചേഷ്ടകൾ ഉണ്ടാകുന്നതാണ് സ്റ്റാമറിങ്. അത് ആ ഫിലിം തന്നെ ഓർത്താൽ നമുക്ക് മനസ്സിലാകും. ചില വാക്കുകൾ ഉച്ചരിക്കുന്ന സമയത്ത് ജയസൂര്യയുടെ ക്യാരക്ടർ മുഖഭാവം ഭയങ്കരമായിട്ട് ഒരു വ്യത്യാസം വരുന്നുണ്ട്. അയാൾ ബുദ്ധിമുട്ട് കാണാം ഒരു വാക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ ഒരു ഫേസിൽ അങ്ങനെ ഒരു എക്സ്പ്രഷൻ വരുന്നതാണ് സ്റ്റാമറിങ് എന്ന് പറയുന്നത്. അപ്പോൾ കുട്ടികളിൽ പ്രധാനമായിട്ട് കാണപ്പെടുന്ന ഭാഷാ വൈകല്യമാണ് നമ്മൾ പറഞ്ഞത് കൊഞ്ഞ, അസ്പഷ്ടത, വിക്ക് എന്ന് പറയുന്ന ഇത്തരത്തിലുള്ള കാര്യങ്ങൾ. അപ്പോൾ നമ്മൾ നമ്മുടെ മലയാളത്തിലെ ബോധനശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് മുൻവർഷ ചോദ്യങ്ങളും അതിൻ്റെ വിശദീകരണങ്ങളുമാണ് പറഞ്ഞത്. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. അടുത്ത ഒരു വീഡിയോയിൽ ബാക്കി കാര്യങ്ങളുമായിട്ട് കാണാം. എല്ലാവർക്കും താങ്ക് യു.